ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. സാധാരണക്കാരുടെയും യുവജനങ്ങളുടെയും സ്ത്രീകളുടെയും ഉന്നമനത്തിന് കേന്ദ്ര സർക്കാർ നിരന്തരം പ്രയത്നിക്കുന്നുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വികസിത ഭാരതം എന്ന ലക്ഷ്യം നിറവേറ്റുന്നതിന് 2025-26 കേന്ദ്ര ബജറ്റ് ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2024-25 സാമ്പത്തിക സർവേ റിപ്പോർട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ വയ്ക്കും. വരുന്ന സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് നാളെ അവതരിപ്പിക്കും. കർഷകരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ സംയോജിത കൃഷിരീതി ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമെന്ന് മന്ത്രി പി പ്രസാദ്. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന്. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തതോടെയാണ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായത്. രാജ്യം വികസനത്തിന്റെ പാതയിലാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പാർലമെന്റിൽ പറഞ്ഞു. സ്വന്തമായി ഒരു വീട് എന്ന ഇടത്തരക്കാരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. भारत की विकास यात्रा के इस अमृतकाल को आज मेरी सरकार अभूतपूर्व उपलब्धियों के माध्यम से नई ऊर्जा दे रही है. आज देश बड़े निर्णयों और नीतियों को असाधारण गति से लागू होते देख रहा है और इन निर्णयों में देश की गरीब, मध्यम वर्ग, युवा, महिलाओं, किसानों को सर्वोच्च प्राथमिकता मिलेगी. मेरी सरकार ने तीसरे कार्यकाल में सभी के लिए आवास के उद्देश्य की पूर्ति के लिए ठोस कदम उठाए हैं. प्रधानमंत्री आवास योजना का विस्तार करते हुए 3 करोड़ अतिरिक्त परिवारों को नए घर देने का निर्णय लिया गया है. ബഹിരാകാശ രംഗത്തും ഡിജിറ്റൽ ഇടപാടുകളിലും രാജ്യം വൻ പുരോഗതി കൈവരിച്ചതായും ശ്രീമതി മുർമു പറഞ്ഞു. യുവജനങ്ങളുടെ വിദ്യാഭ്യാസത്തിനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. സ്ത്രീകളുടെ നേതൃത്വത്തിൽ രാജ്യത്തെ ശാക്തീകരിക്കുന്നതിലും കേന്ദ്ര സർക്കാർ വിശ്വസിക്കുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. മഹാകുംഭമേള നടക്കവെ പ്രയാഗ്രാജിലുണ്ടായ അപകടത്തിൽ ആളുകൾക്ക് ജീവൻ നഷ്ടമായതിൽ അനുശോചനം രേഖപ്പെടുത്തിയ രാഷ്ട്രപതി പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നതായും പറഞ്ഞു. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനും രാഷ്ട്രപതി ആദരാഞ്ജലി അർപ്പിച്ചു. 3ാം തവണ അധികാരത്തിലെത്തിയ ശേഷമുള്ള കേന്ദ്ര സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റാണ് നാളത്തേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. 2047 രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 100ാം വർഷം പൂർത്തിയാക്കുമ്പോൾ വികസിത ഭാരതം എന്ന ലക്ഷ്യം നിറവേറ്റുന്നതിന് ഈ ബജറ്റ് ഊർജ്ജവും പ്രചോദനവും പകരുമെന്ന് ശ്രീ മോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. तीसरे कार्यकाल का ये पहला पूर्ण बजट है और मैं विश्वास से कह सकता हूं ये बजट एक नया विश्वास पैदा करेगा, नई ऊर्जा देगा कि देश जब आजादी के 100 साल मनाएगा तब विकसित होकर रहेगा. 140 करोड़ देशवासी अपने सामूहिक प्रयास से इस संकल्प को परिपूर्ण करेंगे. तीसरे टर्म में हम सर्वांगीण विकास के संकल्प को लेकर के मिशन मोड में आगे बढ़ते जा रहे हैं. ഇന്ത്യയുടെ സമഗ്ര വികസനം എന്ന ദൌത്യവുമായി ഈ സർക്കാർ മുന്നോട്ടു പോകുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാജ്യത്തെ ഒരു വികസിത രാഷ്ട്രമാക്കുന്നതിന് സംഭാവന നൽകണമെന്ന് എല്ലാ പാർലമെന്റ് അംഗങ്ങളോടും അഭ്യർത്ഥിച്ചു. 2024-25 കാലയളവിലെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിന്റെ മേശപ്പുറത്ത് വയ്ക്കും. 2025-26 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നാളെ അവതരിപ്പിക്കും. നിർമ്മല സീതാരാമന്റെ 8ാം ബജറ്റ് അവതരണത്തിനാണ് പാർലമെന്റ് നാളെ വേദിയാകുന്നത്. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദി പ്രമേയം പാർലമെന്റ് തിങ്കളാഴ്ച ചർച്ച ചെയ്യും. കർഷകരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ സംയോജിത കൃഷിരീതി ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച ഒക്കൽ ഫാം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പശു, ആട്, താറാവ്, കോഴി, തേനീച്ച, കൂൺ, മണ്ണിര വളർത്തൽ തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന സംയോജിത കൃഷിരീതിയാണ് ഒക്കൽ ഫാമിൽ പിന്തുടരുന്നത്. തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് 2 വയസ്സുള്ള കുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ അമ്മാവൻ ഹരികുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കുട്ടിയുടെ സഹോദരിയുടെയും മുത്തശ്ശിയുടെയും മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. ഹരികുമാർ കുറ്റം സമ്മതിച്ചെങ്കിലും കാരണം വ്യക്തമാക്കിയിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. കുട്ടിയുടെ അമ്മ ശ്രീധുവിനെ ചോദ്യം ചെയ്യലിന് ശേഷം പൂജപ്പുര വനിതാ മന്ദിരത്തിലേക്ക് മാറ്റി.
ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് വേണ്ട സൌകര്യങ്ങളും ഉപകരണങ്ങളും ലഭ്യമാക്കുന്ന കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷന്റെ മേഖലാ കേന്ദ്രം അടുത്ത മാസം വഴുതക്കാട് ഗവൺമെന്റ് വിമൻസ് കോളേജിൽ ആരംഭിക്കും. ഇതിനായുള്ള ധാരണാപത്രം മന്ത്രി ആർ ബിന്ദുവിന്റെ സാന്നിധ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ മെമ്പർ സെക്രട്ടറി ഡോക്ടർ രാജൻ വർഗീസും വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ അനില JS കൈമാറി. കേരള സർവകലാശാല പരിധിയിലെയും സംസ്ഥാനത്തെ മുഴുവൻ ഗവേഷകർക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ കേന്ദ്രം സജ്ജീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ ജനുവരി മാസത്തെ റേഷൻ വിതരണം അടുത്ത മാസം 4 വരെ നീട്ടിയതായും ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം 6-ന് ആരംഭിക്കുമെന്നും മന്ത്രി GR അനിൽ. ഫെബ്രുവരി 5-ാം തീയതി മാസാവസാന കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് റേഷൻ വ്യാപാരികൾക്ക് അവധിയായിരിക്കും. കുമളി പെരിയാർ കടുവ സങ്കേതത്തിൽ പക്ഷി സർവേക്ക് തുടക്കമായി. പെരിയാറിലെ പക്ഷികളെ നിരീക്ഷിക്കുകയും അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ പഠിക്കുകയുമാണ് സർവേയുടെ ലക്ഷ്യം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. വന്യജീവി നിരീക്ഷകർ, വനംവകുപ്പ് ജീവനക്കാർ, കോളേജ് വിദ്യാർത്ഥികൾ, പരിസ്ഥിതി സംഘടനാ പ്രവർത്തകർ എന്നിവരടക്കം 70ഓളം വോളണ്ടിയർമാരാണ് സർവേയിൽ പങ്കെടുക്കുന്നത്. 30 മേഖലകളായി തിരിച്ചു നടത്തുന്ന സർവേ നടപടികളിൽ ഫീൽഡ് ജീവനക്കാരുടെ സഹകരണവും ഉറപ്പാക്കിയിട്ടുണ്ട്. തദ്ദേശീയവും അപൂർവങ്ങളുമായ നിരവധി സസ്യങ്ങളെയും ജീവികളെയും ഉൾക്കൊള്ളുന്ന പെരിയാർ ടൈഗർ റിസർവിലെ വന്യജീവി പരിപാലനത്തിന് സർവേ ഫലം ഉപകരിക്കും. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലായിട്ടാണ് 925 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. വരയാടുകളുടെ പ്രജനനകാലം കണക്കിലെടുത്ത് ഫെബ്രുവരി 1 മുതൽ മാർച്ച് 31 വരെ 2 മാസക്കാലം ഇടുക്കി ഇരവികുളം ദേശീയോദ്യാനം അടച്ചിടും. നായ്ക്കൊല്ലിമല ഭാഗത്ത് വരയാടിന്റെ കുഞ്ഞുങ്ങളെ കണ്ടെത്തിയതായി മൂന്നാർ വനംവകുപ്പ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് നടപടി. മനുഷ്യ സാന്നിധ്യം വരയാടുകളുടെ ജീവിതക്രമത്തെ ബാധിക്കും എന്നതിനാലാണ് ദേശീയോദ്യാനം അടച്ചിടുന്നത്. അന്തരിച്ച ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ KM ചെറിയാന്റെ സംസ്കാരം നാളെ ചെന്നൈയിൽ നടക്കും. മുഖപ്പേറിലെ ഫ്രോണ്ടിയർ ലൈഫ് ലൈൻ ആശുപത്രിയിൽ ഇന്ന് വൈകുന്നേരം 5 മണിവരെ പൊതുദർശനമുണ്ടായിരിക്കും. ഈ മാസം 25-ന് ബംഗളൂരുവിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ഇന്ത്യ-ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന്. പുനെയിലെ മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7 മണിക്കാണ് മത്സരം. സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം 5 മത്സര പരമ്പരയിൽ 2-1 മുന്നിലാണ്. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ഈസ്റ്റ് ബംഗാളിനെ നേരിടും. രാത്രി 7:30-ന് മുംബൈയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 1-നെതിരെ 3 ഗോളിന് ചെന്നൈയിൻ FCയെ പരാജയപ്പെടുത്തി. ICC Under-19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യ-ഇംഗ്ലണ്ട് മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ക്വാലാലംപൂരിലാണ് മത്സരം. രാവിലെ നടന്ന ആദ്യ സെമിയിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ കടന്നു. ഞായറാഴ്ചയാണ് ഫൈനൽ. 38ാമത് ദേശീയ ഗെയിംസിൽ 7 സ്വർണവുമായി കർണാടക മുന്നേറ്റം തുടരുന്നു. 6 സ്വർണവുമായി മണിപ്പൂർ 2ാം സ്ഥാനത്തും 4 സ്വർണവുമായി മഹാരാഷ്ട്ര 3ാം സ്ഥാനത്തുമാണ്. കേരളത്തിന് ഇന്നലെ 2 സ്വർണം ലഭിച്ചു. ഇന്ന് ബാസ്കറ്റ്ബോൾ, ബാഡ്മിന്റൺ, ഖോ-ഖോ, ഭാരോദ്വഹനം, നീന്തൽ എന്നിവയിൽ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്താണ് കേരളം. രഞ്ജി ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് 1ാം ഇന്നിംഗ്സിൽ കേരളത്തിനെതിരെ ബീഹാറിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ബീഹാർ 6 വിക്കറ്റ് നഷ്ടത്തിൽ 50 റൺസ് എന്ന നിലയിലാണ്. 9 വിക്കറ്റ് നഷ്ടത്തിൽ 302 റൺസ് എന്ന നിലയിൽ 2ാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച കേരളം 351 റൺസിന് പുറത്തായി. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. കോഴിക്കോട് ബേപ്പൂരിൽ അങ്കണവാടിയിൽ നിന്ന് ഭക്ഷ്യ വിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന കുട്ടികൾ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട് ആശുപത്രി വിട്ടതായി കോർപ്പറേഷൻ അധികൃതർ പറഞ്ഞു. ഇന്നലെ ഉച്ചഭക്ഷണത്തിന് ശേഷമാണ് 7 കുട്ടികൾക്ക് ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടത്. തുടർന്ന് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 551 പോയിന്റ് ഉയർന്ന് 77,261-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 192 പോയിന്റ് നേട്ടത്തിൽ 23,442-ലും വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. സാധാരണക്കാരുടെയും യുവജനങ്ങളുടെയും സ്ത്രീകളുടെയും ഉന്നമനത്തിന് കേന്ദ്ര സർക്കാർ നിരന്തരം പ്രയത്നിക്കുന്നുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വികസിത ഭാരതമെന്ന ലക്ഷ്യം നിറവേറ്റുന്നതിന് 2025-26 കേന്ദ്ര ബജറ്റ് ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2024-25 സാമ്പത്തിക സർവേ റിപ്പോർട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ വയ്ക്കും. വരുന്ന സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് നാളെ അവതരിപ്പിക്കും. കർഷകരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ സംയോജിത കൃഷി രീതി ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമെന്ന് മന്ത്രി P. പ്രസാദ്.
ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന്. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.